ഉത്രാളിക്കാവ് പൂരത്തിന്റെ വരവറിയിച്ച് എങ്കക്കാട് ദേശപ്പാനിക്ക് ഷേണായി മില്ലിൽ തുടക്കമായി. ഉദയം മുതൽ അടുത്ത ഉദയം വരെ നീണ്ടുനിൽക്കുന്ന കടുകിടെ മാറാത്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് ഉത്രാളിക്കാവിൽ അമ്മയ്ക്ക് സമർപ്പിക്കുന്ന ദേശപ്പാനയുടെ പ്രത്യേകത. പന്തലിന് കാൽനാട്ടിക്കൊണ്ടാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. മുഖ്യപാനക്കാരായ ശ്രീധരേട്ടന്റെയും തങ്കപ്പേട്ടന്റെയും നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. പാരമ്പര്യ രീതിയനുസരിച്ചുള്ള പൂജാവിധാനങ്ങൾക്ക് തങ്കപ്പേട്ടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നൂറ്റാണ്ടുകളായി നടന്നുവരുന്ന പാനയുടെ ഐതിഹ്യ കഥകളും അനുഷ്ഠാനം കൊണ്ട് തട്ടക നിവാസികൾക്കുണ്ടാകുന്ന ആത്മീയ നേട്ടങ്ങളെക്കുറിച്ചും ശ്രീധരേട്ടൻ വിശദീകരിച്ചു. പ്രൗഢഗംഭീരമായിരുന്നു ചടങ്ങുകൾ. കുഞ്ഞുട്ടി മൂത്താർക്ക് നടത്തുന്ന കലശത്തോടെ എങ്കിക്കാട് വിഭാഗം പൂരച്ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുമെങ്കിലും ദേശപ്പാന നടത്തുന്നതോടെയാണ് പൂരപ്രവർത്തനങ്ങൾ അതിന്റെ പാരമ്യത്തിലെത്തുക. അന്നദാനമാണ് പാനയുടെ ഏറ്റവും വലിയ പ്രത്യേകത. രാവിലെ പ്രഭാത ഭക്ഷണം മുതൽ രാത്രി നടത്തുന്ന ആയിരങ്ങൾ പങ്കെടുക്കുന്ന ഭക്തി ഭോജനം വരെ എങ്കക്കാട് പാനയുടെ എടുത്തു പറയാവുന്ന സവിശേഷതകളിൽ ഒന്നാണ്. പൂര കമ്മിറ്റി പ്രസിഡന്റ് TP ഗിരീശൻ, ജനറൽ സെക്രട്ടറി മണികണ്ഠൻ, PG രവീന്ദ്രൻ തുടങ്ങി പൂരത്തിന്റെ പ്രധാന ഭാരവാഹികൾ പാനയ്ക്ക് നേതൃത്വം നൽകി. കുങ്കുമത്തെ രവിയും കുടുംബവുമാണ് ഇത്തവണ പാന സമർപ്പണം നടത്തുന്നത്. ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ദേവീപ്രീതിക്ക് വേണ്ടിയിട്ട് വർഷത്തിലൊരിക്കൽ കൊയ്ത്തുത്സവം എന്ന പേരിൽ ഒഴിവുള്ള ആ കർഷകരുടെ സന്തോഷത്തിന് വേണ്ടി നടത്താണ് ദേശപ്പാന. പണ്ട് അത് ഓരോ വീട്ടുകളിലും നടത്തിയായിരുന്നു. പക്ഷേ അതിൻ്റെ അധിക ചെലവ് കാരണം കൊണ്ട് വീട്ടുകാരും ഇപ്പോൾ തയ്യാറാവുന്നില്ല. അയ്യപ്പൻ വിളക്കുമാർ തന്നെ ഈ പാനയും നമുക്ക് സാധാരണ വീട്ടിൽ നടത്താവുന്നതാണ്. പക്ഷേ അതിന് പലരും തയ്യാറായി വരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് അന്യം നിന്ന് പോകാനുള്ള സാഹചര്യം കൂടുതലാണ്. എങ്കിലും സ്ഥിരമായി നടത്തുന്ന ക്ഷേത്രങ്ങൾ അത് മുടങ്ങാതെ നടത്താനുള്ള ശ്രമം ചെയ്യുന്നത് നമുക്ക് സ്വാഗതാർഹമാണ്. ഭൂതപ്രേത പിശാചികൾ ഭഗവതിയുടെ അനുചരന്മാരെ അവരുടെ സന്തോഷം അവരെ ആദരിക്കുന്ന അവരെ കൂടി പ്രീതിപ്പെടുത്തുന്ന ചടങ്ങാണ് ദേശപ്പാന. ദാരികവധത്തിന് ശേഷം ഭദ്രകാളി ആ കോപത്തോടു കൂടി നിൽക്കുന്ന അവസരത്തിൽ ആ കോപം ശമിപ്പിക്കാൻ യാതൊരു മാർഗമില്ലാതെ വന്ന അവസരത്തിൽ സാക്ഷാൽ പരമശിവൻ അവനവൻ്റെ അണിവിരൽ അറുത്ത ചോര കൊണ്ട് ഭഗവതിക്ക് വായിൽ ഒഴിച്ചു കൊടുത്തപ്പോഴാണ് ഭഗവതി ശാന്തമായി എന്നാണ് സങ്കല്പം. ആ ചടങ്ങ് അനുസ്മരിക്കുന്നതാണ് ഗുരുതി തർപ്പണം എന്നുള്ള പേരിൽ പാനയിൽ ഒരു ചടങ്ങുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ഭാഗത്ത് ആകെ ഒരു 6-7 പാനയാണ് നടന്നു വരുന്നത്. ആദ്യത്തെ പാന സാധാരണ ഞങ്ങൾ കരിമത്രയാണ് ചെയ്യാറ്. കരിമത്ര പണ്ട് വിദ്വാൻ ഇളയത് ഉള്ള കാലം തൊട്ട് അവിടെ മുടങ്ങാതെ നടന്നു വരുന്നൊരു ചടങ്ങാണ് അവിടുത്തെ ദേശപ്പാന. സാധാരണ തിരുവാതിരയ്ക്ക് രാത്രി തിരുവാതിര കിട്ടുന്ന ഭാഗത്തിന് അവിടെ ആ പാന നടത്തുകയാണ് പതിവ്. ഇപ്പോഴും അത് മുടങ്ങാതെ നടക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് അഭിമാനമാണ്. അങ്ങനെ 4 മച്ചാട് തിരുവാണിക്കാവ്, കുറുമക്കാവ്, കുമരനെല്ലൂർ രുദ്രമഹാകാളിക്കാവിലേക്ക്, എങ്കക്കാട് രുദ്രമഹാകാളിക്കാവിലേക്ക്, മുള്ളൂർക്കര തിരുവാണിക്കാവ്, അങ്ങനെ ചില ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ ഈ പാന നടക്കുന്നത്. പലർക്കും ഇത് നടത്താൻ തന്നെ ഒരു പേടിയാണ്. ചടങ്ങ് അത്രയും കാര്യമായിട്ടുള്ള ഒരു സംഗതി ആയതുകൊണ്ട് എവിടെയെങ്കിലും വിഘ്നം വരുമോ എന്നുള്ളൊരു ഭയം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഈ രംഗത്തേക്ക് വരാൻ വളരെ ആൾക്കാർ മടിക്കുകയാണ്. എങ്കിലും ഭഗവതി ക്ഷേത്രങ്ങളിൽ ഇത് നടത്തണം എന്നുള്ളത് തീർച്ചയാണ്. നമുക്കിവിടുന്ന് പടിഞ്ഞാട്ട് പോയാൽ പല അമ്പലങ്ങളിലും അവരുടെ പറപുറപ്പാട് തന്നെ ഈ പാനയുടെ ആദ്യത്തെ ചടങ്ങാണ്. പാനയുടെ ഈ പകൽപ്പാനയുടെ എല്ലാ ചടങ്ങുകളും നടത്തിയിട്ടാണ് അവിടെ ചടങ്ങ് മാത്രമായിട്ടായാലും ശരി അത് നടത്തിയിട്ടാണ് അവരുടെ ഈ പറ ഗ്രാമങ്ങളിലേക്ക് പോകുന്നത്. പൂരത്തിൻ്റെ അന്ന് അവസാനം ഭഗവതിക്ക് കൊടുങ്ങല്ലൂർ ഭഗവതിക്കുള്ള ആ മണ്ഡപം എഴുന്നള്ളിച്ചുള്ള പൂജയും കഴിഞ്ഞിട്ടാണ് പാന സാധാരണ സമാപിക്കുന്നത്. ഇനിയും എല്ലാ ദേശത്തിലും ഇത് നടക്കാനുള്ള അവസരം ഉണ്ടാവണം. നമ്മളെല്ലാവരും ഇതിൻ്റെ കാര്യങ്ങളിൽ താല്പര്യരായിട്ട് നമ്മളതിൻ്റെ ചടങ്ങ് മുടങ്ങാതെ നടത്താൻ ഭഗവതി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്.